എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. നിസ്സാര കാരണങ്ങളുടെയും ഈഗോയുടെയും വാശിയുടെയും സ്വാർത്ഥമായിട്ടുള്ള മനോഭാവങ്ങളുടെയൊക്കെ പേരിൽ വിവാഹമോചനങ്ങൾ നടക്കുന്ന ഈ കാലത്ത് കാലം നമുക്ക് തന്ന ജീവിത പങ്കാളിയെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ആളുകളാണ് അല്ലേ? അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാഞ്ഞിട്ടാണോ? അങ്ങനെയൊന്നുമല്ല. അതുപോലെ തന്നെ പെരുമാറ്റത്തിലും അഭിപ്രായത്തിലുമുള്ള ഭിന്നതകളൊന്നും ഇല്ലാത്ത ആളുകളായതുകൊണ്ടുമല്ല. അതിലപ്പുറം ഏത് സാഹചര്യത്തിലും പരസ്പരം സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും തയ്യാറാകുമ്പോൾ പങ്കാളിയുടെ കുറ്റങ്ങളെക്കാൾ വളർന്നു വന്ന പശ്ചാത്തലവും വ്യക്തിത്വ സവിശേഷതകളും മാനസികവും വൈകാരികവുമായിട്ടുള്ള കുറവുകളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പെരുമാറാനും സ്നേഹിക്കുവാനും കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ അതിനൊക്കെ നമുക്ക് കുറച്ച് സമയം ആവശ്യമുണ്ട് അല്ലേ? വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകൾ എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കലിൻ്റെതാണ് അല്ലേ? രണ്ട് വ്യത്യസ്ത കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വ്യത്യസ്ത ശീലങ്ങളും വ്യത്യസ്ത ചിന്തകളുമൊക്കെയായി രണ്ടുപേര് ഒന്നിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ആ കൂട്ടിമുട്ടലുകൾ പരസ്പരം തകരുന്നതിലേക്കല്ല നയിക്കേണ്ടത്, മറിച്ച് പരസ്പരം ഒന്നുകൂടി പൊരുത്തപ്പെടുന്നതിലേക്ക് നയിക്കാനാവണം. ഈ പരുപരുത്ത കല്ലുകൾ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ പരസ്പരം കൂട്ടിമുട്ടാറില്ലേ? ഇങ്ങനെ വർഷങ്ങളോളം കൂട്ടിമുട്ടുമ്പോൾ അവയുടെ പരുപരിപ്പൊക്കെ മാറി നല്ല മിനുസമുള്ള വെള്ളാരം കല്ലുകളായി മാറും അല്ലേ? എന്നാൽ ഈ കൂട്ടിമുട്ടലുകൾക്ക് ശക്തി കൂടിയാലോ അവ രണ്ടായി പിളരും. ജീവിതവും ഇതുപോലെ തന്നെയാണ്. കൂട്ടിമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ പരസ്പരം തിരിച്ചറിയുന്നതിലേക്കും മനസ്സിലാക്കുന്നതിലേക്കും വൈകാരിക പക്വത നേടിയെടുക്കുന്നതിലേക്കുമൊക്കെ നമ്മൾ എത്തിപ്പെടണം. അല്ലാതെ ശക്തിയേറിയ വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് രണ്ടായി പിരിഞ്ഞിരിക്കേണ്ടതിലേക്കല്ല നയിക്കേണ്ടത്. ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരത്തിനിടയിൽ പറഞ്ഞു തീർക്കാൻ കഴിയണം. ഒപ്പം ഞാനാണോ നീയാണോ വലുത് എന്ന താരതമ്യവും നമ്മൾ ഒഴിവാക്കണം. തെറ്റുകൾ ആരുടെ ഭാഗത്താണെങ്കിലും അത് തുറന്നു പറഞ്ഞ് ക്ഷമ ചോദിക്കാൻ മടി കാണിക്കേണ്ടതില്ല. അപ്രതീക്ഷിതമായി ജീവിത പങ്കാളി ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ വികാരപരമായി സംസാരിക്കുകയോ ഒക്കെ ചെയ്താൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ശ്രമിക്കുകയല്ല നമ്മൾ വേണ്ടത്. അതിന് പകരം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നേരിട്ട വിഷമം നിറഞ്ഞ അനുഭവങ്ങളോ ശാരീരിക വൈകാരിക പ്രശ്നങ്ങളോ ഒക്കെ ആവാം അതിന് കാരണം. പങ്കാളിയുമായി സംസാരിച്ച് അക്കാര്യം മനസ്സിലാക്കി ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ സ്നേഹത്തിൻ്റെ മറ്റൊരു പുതിയ നീർച്ചാലുകൾ നമുക്ക് കണ്ടെത്താനാവും. അതിന് പകരം മൂർച്ചേറിയ വാക്കുകളും കായിക ബലവും ഉപയോഗിക്കേണ്ടി വന്നാൽ ബന്ധങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക. ഇവിടെ തകർന്ന ബന്ധങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്നത് ആരെയാണെന്നറിയാമോ? അവരുടെ കുട്ടികളെയാണ്. അവർക്ക് ലഭിക്കേണ്ട സ്നേഹവും ശ്രദ്ധയും ലാളനയും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ അവരുടെ സ്വഭാവത്തിനും വ്യക്തിത്വത്തിനും വലിയ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ഇത്തരം കുട്ടികളിൽ ആത്മവിശ്വാസവും ആത്മാഭിമാനവും കുറവായിരിക്കും. അതുകൊണ്ട് ഈ ദാമ്പത്യ ജീവിതമൊക്കെ വഷളാക്കുന്നതിന് മുമ്പ് ഈ കുട്ടികളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു വീട് സ്വർഗവും നരകവും ഒക്കെ ആയിത്തീരുന്നത് ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ മനോഭാവത്തിന് അനുസരിച്ചായിരിക്കും. സ്നേഹത്തോടെ നല്ല മനോഭാവത്തോടെ പരസ്പരം പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത്. അതിനെല്ലാവർക്കും കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.